പോയി വില്ലെടുത്തോണ്ട് വരൂ. ഞാൻ വന്നു ബാഹു, ഞാൻ എത്തി. എന്തത് ഇനി എന്ത് ചെയ്യണം? വിരലുകൾ 4 പെരുവിരൽ മടക്കി നേരെ തിരിച്ച് വില്ല് പിടിച്ച് വലിച്ചോണ്ടിരുന്നു. അതുകൊണ്ട് പേടിക്കേണ്ട, ശുഭപ്രതീക്ഷ 100% വിജയം. കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവളെ വീട്ടിലെ മാവിൽ അവള് തൂങ്ങിയാടുന്നത് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, താലി എടുത്തൊരു അഴ കെട്ടിയാ പോരെ. എണീച്ച് കടലിൽ പോടാ. അല്ല, സ്രാവ് ബ്രാവില്ലേ എന്നാ പോണ്ട. കറക്റ്റ് ടൈമിങ്ങിന് ചാകര വന്നോണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി. എടാ കുമാര, ചാകര വന്നതല്ല, പിന്നെ നീ പോയി ചാകട പന്നീന്ന്. എന്നാലും പോയല്ലേ പറ്റും. എനിക്ക് കുട്ടീനെ കണ്ടപ്പോ മുതലുള്ള മനസ്സിലെ ആ ഒരു ചാഞ്ചല്യം ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് തോന്നിയതാ. അധികം പുറത്തെടുക്കണ്ട, തല്ലിടിക്കും. ഈ താലി കണ്ടോ നീ? ഇത് മാലതിയുടെ കഴുത്തിൽ തൂങ്ങിയാടുന്നത് കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? ഈ മാലജി കല്യാണം കഴിച്ച പിറ്റേ ദിവസം അവളെ വീട്ടിലെ മാവിൽ അവള് തൂങ്ങിയാടുന്നത് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. എന്നിട്ട് വേണം മുട്ടയും. ഞാനും ലക്ഷ്മിയും ഒരേ നാട്ടുകാരത്തിൽ. ഞാൻ സത്യത്തിൽ ഞാനും ലക്ഷ്മിയും ഒരേ പ്രായക്കാരാന്ന് പറയാൻ വരുന്ന ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഭദ്രേ, എന്തു ചേട്ടാ? ഡോക്ടറായി എന്നെ നീ കല്യാണം കഴിച്ചാൽ എന്റെ കാലിലെ കുഴിനകം, വട്ടച്ചോറി, കരപ്പൻ ഇതൊക്കെ ഞാൻ മാറ്റി തരും. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കുള്ള നിന്റെ ആ ജോസ് പ്രകാശ് ചുമയില്ലേ, അത് ഞാൻ മാറ്റി തരാം. ഏതാ ജോസ് പ്രകാശ് ചൊബയാ? വില്ലൻ ചുമ. ഭദ്രേ, എന്തോ അടിമാലിന്ന് താലിയുമായിട്ട് ഞാനിവിടെ വന്നത് ബാലിയിലുള്ള ഭദ്രയുടെ കല്യാണം കഴിക്കാനാണ്. തന്നെയുമല്ല, ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു കോടീശ്വരനാണ്. ഭദ്രേ, എന്തോ ഞാനൊരു ഡോക്ടറാണ്. കണ്ട പ്ലംബറാന്നാ പറയുള്ളത്. സ്കൂട്ടർ ഡ്രൈവർ കൊണ്ടാളിയ. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മൂത്ത മക്കൾ എപ്പോഴും ക്ഷമയുള്ളവരാണോ? വെറുതെ ലേറ്റ് പിടിച്ചത്. അത് മൂത്തത്, ഇത് പൂത്തത്. അകലെ ചേലോലും